ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കണ്ണൂർ ബേക്കറികൾ വളരെ ഫേമസ് ആയിട്ടുള്ള കണ്ണൂർ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പിയിൽ ഞാൻ സാധാരണ ശർക്കര വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കറുപ്പ് കളറിലെ ശർക്കര കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കണം. കുറച്ചുകൂടി നല്ല കളറിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരിയൊന്ന് കുതിർത്തിട്ടല്ല ഈ റെസിപ്പി ചെയ്യുന്നത്. അരിപ്പൊടി വെച്ച് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇനി ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ഒരു ചെറിയ ബെല്ലിൻ്റെ ചിത്രം കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഇതിനായിട്ട് ആദ്യമേ തന്നെ ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ശർക്കരയാണ്. അപ്പോൾ നിങ്ങൾ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഏത് കപ്പിലാണോ മെഷർമെൻറ്റ് എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ എല്ലാ മെഷർമെൻറ്റും എടുക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 കപ്പ് ശർക്കരയാണ്. ഏകദേശം 1/2 കിലോനടുത്ത് ശർക്കരയുണ്ടത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഞാനൊന്ന് അളന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഇവിടെ നന്നായി തിളച്ച് നന്നായി ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം ശർക്കര ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഒന്ന് അരിച്ചെടുക്കണം. ഇതിലെന്തെങ്കിലും കല്ലോ പൊടിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് അരിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അപ്പോൾ നമ്മൾ ഏതിലാണോ ചെയ്തെടുക്കുന്നത് അത് തന്നെ ഉപയോഗിക്കുക. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പത്തിരിപ്പൊടിയോ അതല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. 1 കപ്പ് ലെവൽ ചെയ്തിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ 2 തേങ്ങയുടെ പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 തേങ്ങയുടെ പാൽ എടുക്കുമ്പോൾ 1 കപ്പ് മുഴുവനായിട്ട് 1-ാം പാലും 4 കപ്പ് തേങ്ങയുടെ 2-ാം പാലുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ 2-ാം പാലാണ്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചായി ചേർത്തിട്ട് കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഒരു തവി വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നോക്കി മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ അളവെടുക്കുന്ന സമയത്ത് എപ്പോഴും കറക്റ്റ് മെഷർ ചെയ്തെടുക്കുക കേട്ടോ. 4 കപ്പാണ് ഇതിന് കറക്റ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പാണ് ഉപയോഗിക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാ മെഷർമെൻറ്റും എടുക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടിയും തേങ്ങാപ്പാലും ചേർത്ത് ഞാൻ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഈ ഒരു ബാറ്റർ നല്ല ലൂസായിട്ടാണ് ഇരിക്കുക. എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കിയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അത്യാവശ്യം സമയം എടുക്കും ഇത് റെഡിയായി കിട്ടുമ്പോൾ. ശർക്കര പാനി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടിയായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. തൊണ്ടില്ലാതെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമ്മുടെ അപ്പത്തിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത്രയും ചേരുവകളാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുക്കണം. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. നമുക്ക് ശരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നിനും ശ്രദ്ധിക്കാതിരിക്കുക. ഇത് തന്നെ കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ നോക്കാം. നന്നായി ഇളക്കിയിട്ട് ഇതൊന്ന് കുറച്ച് കുറുക്കി എടുക്കണം. ആ ഒരു സമയത്താണ് നമ്മൾ പിന്നീട് ഇതിലോട്ടുള്ള 1-ാം പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ലൂസായിട്ടല്ലേ ഉണ്ടായിരുന്നത്. അതിപ്പോൾ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് കട്ടിയായി വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ തേങ്ങയുടെ 1-ാം പാല് നമ്മൾ 1 കപ്പ് തുടങ്ങി ഒരു 1.25 കപ്പ് വരെ നമുക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നൊരു ഇത്തിരി കൂടി കുറുകിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ 1/4 പാലും അതുപോലെ തന്നെ കടലപ്പരിപ്പുമാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു 1/4 കപ്പിനടുത്ത് കടലപ്പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ചേർത്ത് കഴിഞ്ഞ പാട് തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പം അതിൻ്റെ കൂടെ തേങ്ങയുടെ 1/4 പാൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു 1.25 കപ്പ് വരെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ല തിക്കായിട്ടുള്ളത് അതുകൂടി ചേർത്തിട്ട് ഇനി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് യോജിച്ച് കിട്ടാൻ കുറച്ചൊന്ന് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പതുക്കെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഇതൊന്ന് കുറുകി ഇനി റെഡിയായി കിട്ടാൻ അത്യാവശ്യം 1 മണിക്കൂറൊക്കെ എടുക്കും. ഇത് ഇപ്പോൾ അടുപ്പിലൊക്കെ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ ഗ്യാസിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കേണ്ടി വരും. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശരിക്കും തേങ്ങയുടെ 1/4 പാലുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 1/4 പാലുമായിട്ട് ശരിക്കും യോജിച്ച് കിട്ടിയിട്ടുണ്ട്. തവി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് ആദ്യം നമുക്കൊരു 1 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നമ്മൾ ആദ്യമേ തന്നെ ഒരുമിച്ചിട്ടല്ല ചേർക്കുന്നത്, കുറച്ചായി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അവസാനം ഞാൻ എത്ര ആണ് ചേർത്തിട്ടുള്ളത് കറക്റ്റ് അളവൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നെയ്യ് നമ്മൾ അത്യാവശ്യം ഒരു 3-3.5 ടേബിൾ സ്പൂണിനടുത്ത് ആവശ്യം വരും ഇതിൽ. പിന്നെ നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ യോജിപ്പിച്ച് ഇത് പാത്രത്തിൽ നമ്മൾ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ, ഇത് പാത്രത്തിൽ നിന്ന് അങ്ങ് കുറുകി വിട്ട് വരണം. അതുവരെ വേണം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ ചെയ്യാം. എന്നാലും മാത്രമേ കറക്റ്റായിട്ട് നമ്മൾ ആ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ നമ്മൾ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാകം നോക്കിയിട്ട് അത് അത്യാവശ്യം വേണ്ടത് ഒഴിച്ചു കൊടുത്താൽ മതി. 3.5-4 ടേബിൾ സ്പൂൺ വരെ ഈ ഒരു കണക്കിന് ധാരാളമാണ്. ഇനി ഇത് ശരിക്കും എണ്ണ തെളിഞ്ഞ് വരണം. ഇതിപ്പോൾ ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, ഉരുളിയിൽ നിന്നൊന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കാം നമുക്ക്. എണ്ണ ശരിക്കും ഈ നെയ്യ് ശരിക്കും ഇതിനകത്തുനിന്ന് തെളിഞ്ഞ് വരണം. ആ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ എണ്ണയൊക്കെ സൈഡിൽ നിന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ തവി വെച്ചിട്ട് പാത്രത്തിൽ ഒട്ടാത്ത രീതിയിൽ ഇതുപോലെ ശരിക്കും കിട്ടും. നമുക്ക് നമ്മൾ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്ന അതേ രീതി തന്നെയാണ്. അപ്പോൾ കുറച്ച് സമയം കൂടി കഴിയുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടും. അപ്പോൾ അതേ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുറച്ച് സമയം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയൊക്കെ ശരിക്കും തെളിഞ്ഞ് കളറ് മാറി നല്ല ഡാർക്ക് കളറാവും കേട്ടോ. ശരിക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്ന കളറിൽ നിന്ന് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങൾ കറുപ്പ് കളറിലുള്ള ശർക്കര ഉപയോഗിക്കുന്നെങ്കിൽ ഒന്നുകൂടി നല്ല ഡാർക്ക് കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ആ ശർക്കര കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ടേക്ക് നെയ്യ് തൂക്കിയിട്ടൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ പ്ലേറ്റ് ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ കിണ്ണുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് 2 കയ്യിലില്ല എന്നാണെങ്കിൽ ബേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഇതിലോട്ടേക്ക് ഒഴിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പാത്രത്തിലിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ശരിക്കും നമുക്ക് 2 കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു അളവിൽ ഇതുപോലുള്ള ഒരു പ്ലേറ്റിൻ്റെ ഒരു കണക്ക് നമ്മൾ ബേക്കറിയിലൊക്കെ വാങ്ങിക്കുന്ന ഒരു അളവിൽ 2 എണ്ണം കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. എന്നാൽ മാത്രമേ നല്ല സെറ്റായിട്ട് നമുക്ക് മുറിച്ചെടുക്കുമ്പോൾ ഒക്കെ കറക്റ്റ് പാകമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷമുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് വിട്ട് വരും. ഇനി നമുക്ക് ഇതിനകത്തു നിന്നൊന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഇതിനകത്ത്
നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മുറിച്ചുകൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു അളവിൽ ശരിക്കും കണ്ടില്ലേ, ഞാൻ ഈ ഒരു ചോറ്റുപാത്രം കണക്കുള്ള ഒരു പാത്രത്തിനകത്തും അതുപോലെ ഒരു ചെറിയ ബൗളിനകത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 സെറ്റ് നമുക്ക് ഇതിലൂടെ റെഡിയാക്കി എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അത്രയൊക്കെ സോഫ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. ശരിക്കും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയധികം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ കണ്ണൂർ ബേക്കറികളിലൊക്കെ എല്ലാ ബേക്കറിയിലും ഇത് കിട്ടാനുണ്ടാകും. നല്ല പൈസയാണ്, നല്ല റേറ്റുള്ള ഒരു സാധനമാണിത്. കാരണം അത്യാവശ്യം നമ്മൾ സമയം എടുത്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയധികം ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.